ഭൂരഹിത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതിയുടെയും ജീവനോപാധി ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതിയിലൂടെ 480 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഭൂമി വാങ്ങി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരഹിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇതിനായി 4.75 കോടി രൂപ സർക്കാർ അനുവദിച്ചു നൽകി. 3000 വീടുകൾ ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി സർക്കാരോ സന്നദ്ധ സംഘടനകളോ ഭൂമി സ്വമേധയാ നൽകിയാൽ അത് ഏറ്റെടുക്കും. അല്ലാത്തപക്ഷം അനുയോജ്യമായ സ്ഥലം വാങ്ങി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും. പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി തിരുവനന്തപുരത്തെ വലിയതുറയിൽ കോർപ്പറേഷൻ അനുവദിച്ച 42 സെന്റ് ഭൂമിയിൽ 32 ഫ്ളാറ്റുകൾ നിർമ്മിക്കും. 1.95 കോടിയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. 370 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഒരു ഫ്ളാറ്റിന് 6.5 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. തികച്ചും സൗജന്യമായാണ് ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജീവനോപാധി സഹായ വിതരണവും ചടങ്ങിൽ നടന്നു. മത്സ്യബന്ധനയാനം വാങ്ങുന്നതിന് ധനസഹായവും വിതരണം ചെയ്തു. തൊഴിലാളികൾക്ക് മത്സ്യം വിതരണം ചെയ്യുന്നതിനും മാർക്കറ്റിൽ എത്തിക്കുന്നതിനുമായി 35 ഓട്ടോകളും 165 മോട്ടോർ ബൈക്കുകളും നൽകി സർക്കാർ സഹായിക്കും. തിരുവനന്തപുരം VJT ഹാളിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി K. ബാബു അധ്യക്ഷനായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ